السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. സൂറത്തു അന്നൂറിലെ 25 ആയത്തുകളാണ് ഇതുവരെ നമ്മൾ കേട്ടത്, പഠിച്ചത്. അവസാനം പറഞ്ഞ ആയത്തുകളുടെ ആശയം നിരപരാധികളും തെറ്റിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലാത്തവരും ചരിത്രവതികളുമായ സ്ത്രീകൾ, മുഅ്മിനീങ്ങളായ സ്ത്രീകൾ, അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർ അല്ലാഹുവാലും സത്യവിശ്വാസികളാലും ശപിക്കപ്പെട്ടവരാണ് എന്നും അവർക്ക് അന്ത്യനാളിൽ വലിയ ശിക്ഷയുണ്ടായിരിക്കുമെന്നുമാണ്. ആ ദിവസത്തെ ഒന്നുകൂടി പരിചയപ്പെടുത്തി. അന്നേ ദിവസം ഞാൻ ഇന്നതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെ മനസ്സിലാക്കിയതാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയിൽ ഉണ്ടായതാണ് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ, മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്ന് ആരും വിചാരിച്ചിരിക്കേണ്ട. കാരണം ആ ദിവസം അവരുടെ തന്നെ നാവുകൾ, അവരുടെ തന്നെ കൈകൾ, അവരുടെ തന്നെ കാലുകൾ എന്തൊക്കെയാണ് അവ ചെയ്തത് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന ദിവസങ്ങളാണ്. ആ ദിവസത്തിൽ അള്ളാഹു ഒരു കുറവും വരുത്താത്ത വിധത്തിൽ എല്ലാവർക്കുമുള്ള പ്രതിഫലം പൂർത്തിയാക്കി നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ ഒരു പൊരുത്തം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല ആൾക്കാരെപ്പോഴും നല്ല ആൾക്കാരെ തന്നെ ഇണകളും തുണകളുമായി സ്വീകരിക്കണം എന്ന താല്പര്യം അടുത്ത ആയത്തിൽ ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അൽ ഖബീഥാത്തു ലിൽ ഖബീഥീന വൽ ഖബീഥൂന ലിൽ ഖബീഥാത്തി. ദുർവൃത്തരായ സ്ത്രീകൾ ദുർവൃത്തരായ പുരുഷന്മാർക്ക് ഉള്ളതാണ്. അതേസമയം വൽ ഖബീഥൂന ലിൽ ഖബീഥാത്തി, ദുർവൃത്തരായ പുരുഷന്മാർ ദുർവൃത്തരായ സ്ത്രീകൾക്കുള്ളതാകുന്നു. അതേപോലെ വത്വയ്യിബാത്തു ലിത്വയ്യിബീൻ, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുള്ളതാകുന്നു. വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്, നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുള്ളവരാകുന്നു. ഉലായിക, അവർ മുബറഊന, വിമോചിതരാകുന്നു, അവരൊഴിവായവരാണ്. മിമ്മാ യഖൂലൂന, അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒന്നിനെ കുറിച്ച്. മാത്രമല്ല ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അവർക്ക് പാപങ്ങളിൽ നിന്നുള്ള മുക്തിയുണ്ട്. അതേസമയം വളരെ മാന്യമായ ഉപജീവന മാർഗവുമുണ്ട്. അള്ളാഹു പറയുകയാണ്. ഈ ആയത്ത് വരെയുള്ള കാര്യങ്ങളിൽ ആദ്യത്തെ ആയത്തുകളിൽ വ്യക്തമായും പിന്നീടുള്ള ആയത്തുകളിൽ സൂചനാപരമായും പറയുന്ന വിഷയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് കപടവിശ്വാസികൾ പറഞ്ഞുണ്ടാക്കിയ അപവാദമാണ്. ആ അപവാദത്തെക്കുറിച്ചുള്ള ആയത്തുകൾ സത്യത്തിൽ ഈ ആയത്ത് വരെയുള്ളതാണ്. അപ്പോൾ അവസാനത്തെ ആയത്തിലും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു. അപ്പോൾ നബി ത്വയ്യിബാണ്, അപ്പോൾ ആയിഷ ബീവിയും ത്വയ്യിബത്തായിരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം, അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. രഹസ്യമായോ പരസ്യമായോ കൊള്ളരുതാത്തവർ അവർ അങ്ങനെ തന്നെ ആയിരിക്കും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ ഉണ്ടാവുക. അതായത് ഒരുതരം സ്വാഭാവികമായ ഐക്യം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നതെല്ലാമാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആശയം. അത് കഴിഞ്ഞാൽ പിന്നെ 28-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു മറ്റൊരു
സാമൂഹ്യ മര്യാദ പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ആണിനും പെണ്ണിനും അവർ രണ്ടുപേരും ചേർന്നുള്ള ജീവിതത്തിനും അവർ അധിവസിക്കുന്ന വീടകത്തിനും എല്ലാം അതിൻ്റേതായ മാന്യത കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടേതായ അഭിമാനങ്ങൾ ഉണ്ട്. ആ അഭിമാനങ്ങൾ എപ്പോഴും സംരക്ഷിതമായിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു വലിയ താല്പര്യമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. ഇസ്ലാമിലെ ശ്രദ്ധേയമായ ഒരു സാമൂഹ്യ മര്യാദയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. ഒന്ന്, സലാം പറയണം. അവരോട് അവരുടെ സ്വന്തം വീട്ടിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ അത് അവർ അനുവദിക്കുന്നുണ്ടോ, അനുവദിക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ കടന്നു വരാവുന്ന സാഹചര്യമാണോ ഉള്ളിലുള്ളത് തുടങ്ങിയതെല്ലാം പരിശോധിച്ചുകൊണ്ട് വേണം അവരുടെ അനുമതി പ്രകാരം മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ ആയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ഇത് പാലിക്കാതെ അന്യ വീട്ടുകളിലുള്ളിലേക്ക് കടന്നു ചെല്ലുകയും വളരെ സ്വതന്ത്രമായി പെരുമാറുകയും ചെയ്യുന്ന ചില ആളുകൾ സത്യത്തിൽ ആ വീട്ടുകാരെ തന്നെ അസ്വസ്ഥരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും മുസ്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ മാന്യതകൾ അനുവദിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ആ കാര്യമാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. ആ ആയത്ത് നമുക്ക് നോക്കാം. വിശുദ്ധ സൂറത്തുൻ നൂറിലെ 27-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ആൾക്കാരെ, ലാ തദ്ഖുലൂ, നിങ്ങൾ കടക്കരുത്, ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകൾ അല്ലാത്ത വീടുകളിലേക്ക്, നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ കടക്കരുത്. ഹത്താ തസ്തനിസൂ, നിങ്ങൾ സമ്മതം ചോദിക്കുന്നത് വരെ, അനുമതി ആവശ്യപ്പെടുന്നത് വരെ, വതുസല്ലിമു, സലാം പറയുന്നത് വരെയും, അലാ അഹ്ലിഹ, ആ വീട്ടുകാരുടെ മേൽ. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണ് എങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പാലിക്കണം. ഒന്നാമത്തേത്, അങ്ങോട്ട് കടന്നു വരട്ടെയോ എന്ന സമ്മതം നമ്മൾ ചോദിക്കണം. രണ്ടാമത്തേത്, അവിടുത്തെ ആൾക്കാർക്ക് സലാം പറയുകയും വേണം. അതാണ് ഏറ്റവും ഉത്തമമായത്. അതാണ് ഏറ്റവും ഉത്തമമായ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ കൂടി അല്ലാഹു പറയുന്നുണ്ട്. ഫഇല്ലം തജിദൂ ഫീഹാ അഹദൻ, ആരെയും അവിടെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ. അങ്ങനെ ഉണ്ടാവാലോ, നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, ആ സമയത്ത് സമ്മതം ചോദിക്കാൻ നമ്മൾ തയ്യാറാണ്, പക്ഷേ സമ്മതം തരാൻ അവിടെ ആരുമില്ല. സലാം പറയാൻ തയ്യാറാണ്, സലാം മടക്കാൻ ആരുമില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ആളില്ലാത്തത് കൊണ്ടാണല്ലോ എന്ന് കരുതി അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണ്, എൻ്റെ ഇന്നയാളുടെ വീടാണ്, എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് എന്നൊക്കെ ഉള്ള ന്യായത്തിൻ്റെ മേലിൽ നമ്മൾ അങ്ങോട്ട് കടക്കാൻ പാടുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്. ഫൈലം തജിദൂ ഫീഹാ അഹദൻ, ആ വീടുകളിൽ നിങ്ങൾ ആരെയും എത്തിച്ചില്ലെങ്കിൽ, അവിടെ ആരുമില്ലെങ്കിൽ, ഫലാ തദ്ഖുലൂഹ, നിങ്ങൾ കടക്കരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് സമ്മതം നൽകപ്പെടുന്നത് വരെ. സമ്മതം കിട്ടാതെ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, സമ്മതം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന സാഹചര്യമാണെങ്കിൽ പോലും അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മൾ തമ്മിൽ ബന്ധമുണ്ടാവും, നമ്മുടെ സുഹൃത്തായിരിക്കും, നമ്മുടെ ജ്യേഷ്ഠനായിരിക്കും, നമ്മുടെ അനിയനായിരിക്കും, ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് കരുതിയിട്ട് നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്.
ആ സ്വകാര്യതകളിൽ അവരുടേതായ സ്വന്തം പല കാര്യങ്ങളും ഉണ്ടാകും. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ അനുജൻ കല്യാണം കഴിച്ചു, അനുജൻ്റെ വീട്, അനുജൻ്റെ റൂം നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ വാതിൽ നോക്ക് ചെയ്യാതെ, മുട്ടാതെ, അറിയിക്കാതെ, ഒച്ച ഉണ്ടാക്കാതെ അങ്ങോട്ട് തള്ളി തുറന്ന് ചെല്ലാതെ പറയുമ്പോൾ ഒരു പക്ഷേ അനുജനും അവൻ്റെ ഭാര്യയും വേറെ രൂപത്തിലായിരിക്കും. അതിപ്പോൾ ഹറാമായ കാര്യമൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയൊന്നും അല്ല ചെയ്യുന്നത്, ഹലാലായ കാര്യങ്ങൾ തന്നെയാണ്. എന്താ ഹലാലെല്ലാം ചോദിച്ചിട്ട് കാര്യമില്ല. മറിച്ച് അത്ര ലൈംഗിക കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹലാലാണെങ്കിൽ പോലും അതെല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ച് ചെയ്യുന്നതാണ്, മറച്ചു പിടിച്ച് മാത്രം ചെയ്യേണ്ടതുമാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരെങ്കിലും കണ്ടില്ല എങ്കിൽ നിങ്ങൾ കടക്കരുത്, സമ്മതം കിട്ടുന്നവരെ. ഇനി മറിച്ചു ആവാം, ഉള്ളിൽ ആളുണ്ട്, ഒരു സമ്മതം ചോദിച്ചു, അകത്തെ സാഹചര്യം മറ്റൊരാൾ കടന്നു വരുന്നതിന് പ്രതികൂലമാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് പറയുക സോറി എന്നായിരിക്കും. സോറി, ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരു തിരക്കിലാണ്, അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലാണ്, ഇപ്പോൾ താങ്കൾക്ക് കടന്നു വരാൻ കഴിയുന്നൊരു സാഹചര്യമല്ല എന്നൊക്കെയുള്ള സാഹചര്യത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കടന്നു വരണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അല്ല, ഞാനിപ്പോൾ പോയിക്കോളാം, ജസ്റ്റ് നിങ്ങളൊന്ന് തുറക്കി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും നമ്മൾ ഒരു നിലക്കും ഹനിക്കരുത്, ഒരു നിലക്കും വില കുറച്ച് കാണുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് അല്ലാഹു തീർത്ത് പറയുന്നത്, വഇൻ ഖീല ലകും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് മടങ്ങുവീൻ, അതായത് മടങ്ങുക, ഇങ്ങോട്ട് ഇപ്പോൾ കടക്കേണ്ട എന്ന് പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങുക, വഅസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മറ്റൊരാളെ വേദനിപ്പിക്കുകയും അയാളെ മാനസികമായി വിഷമിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ്. പിന്നെ വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവരാണ്. അപ്പം ഇനി ആ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു സാധനം നമ്മൾ ഒരാളുടെ വീട്ടിൽ വെച്ചു, അല്ലെങ്കിൽ ആരും താമസിക്കുന്നില്ലാത്ത ഒരു വീട്ടിൽ വെച്ചു. നമുക്കാണെങ്കിലോ നമ്മുടെ സാധനം എടുക്കേണ്ടതുണ്ട് താനും. അപ്പോൾ അവിടെ സമ്മതം തരാൻ ആരുമില്ല, അതൊന്ന്, കാരണം അവിടെ ആരും താമസിക്കുന്നില്ല. നമുക്കാണെങ്കിലോ നമ്മുടെ സാധനം ആവശ്യമാണ് താനും. അവിടെ എന്താണ് ചെയ്യുക? അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ അത്തരം ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് നമ്മുടെ സാധനം എടുത്തു കൊണ്ടുവരികയാണ് എങ്കിൽ അതിൽ നിയമാനുസൃതമല്ലാത്ത മറ്റൊന്നുമില്ല. മാത്രമല്ല, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അവിടെ ഉണ്ടാവുന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ കാര്യമാണ് അടുത്ത ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അവനവൻ്റെ സാധന സാമഗ്രികളോ ചരക്കുകളോ സൂക്ഷിച്ച വാടക ഗൃഹങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഗോഡൗണുകളുണ്ടാവും. അവിടെ താമസിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അവിടേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, കുറ്റവുമില്ല എന്ന് അള്ളാഹു പറയുകയാണ്. അതാണ് അള്ളാഹു 29-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ലൈസ അലൈക്കും, നിങ്ങൾക്കുമേൽ ഇല്ല, ജുനാഹുൻ, ഒരു കുറ്റവുമില്ല, അൻ തദ്ഖുലൂ ബുയൂതൻ, നിങ്ങൾ ചില വീടുകളിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനത്തെ ഗൈറു മസ്കൂനത്തിൻ, നിവാസികളില്ലാത്ത, താമസക്കാരില്ലാത്ത, അതോടൊപ്പം ഫീഹാ മതാഉൻ ലക്കും, അതിൽ നിങ്ങളുടെ ഏതെങ്കിലും ചരക്ക് ഇരിക്കുന്നുണ്ട് താനും. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കേണ്ട അനിവാര്യത ഉണ്ട് താനും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ കടക്കുന്നതോ നിങ്ങൾ സാധനം എടുക്കുന്നതിനോ ഒന്നൊരു കുഴപ്പമില്ല. അല്ലാഹു യഅലമു, അള്ളാഹു അറിയുന്നവനാണ്, മാ തുബ്ദൂന, നിങ്ങൾ പരസ്യമാക്കുന്നതിനെയെല്ലാം, വമാ തക്തുമൂൻ, നിങ്ങൾ രഹസ്യമാക്കുന്നതിനെയും. നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ പരസ്യങ്ങളും എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. ഇവിടെ ഇത്രയും പറഞ്ഞ നിലക്ക് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ എത്ര പവിത്രമായിരിക്കണം, എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയായിരിക്കണം, എത്ര സമാധാനത്തോടു കൂടിയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്.
ഇവിടെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അന്യ ആണുങ്ങളും അന്യ പെണ്ണുങ്ങളും തമ്മിൽ ഒരു കൂടിക്കലരൽ ഉണ്ടായിത്തീരുന്നു എന്നതാണ്. അതുണ്ടായിത്തീർന്നാൽ എന്താണ് കുഴപ്പം? അത് ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് പടച്ചിരിക്കുന്നത്. ഈ ആണും പെണ്ണുമായി പടച്ച അല്ലാഹു അവരുടെ വംശത്തെ നിലനിർത്തുവാൻ ആശ്രയിക്കുന്ന മാർഗം പ്രത്യുൽപാദനം എന്നതാണ്. അല്ലാതെ ആദം നബി അള്ളാഹു മണ്ണുകൊണ്ട് തൻ്റെ സ്വന്തം കൈകൊണ്ട് പടച്ചുണ്ടാക്കി. ഹവ്വ ബീവിയെ അള്ളാഹു തൻ്റെ സ്വന്തം കൈകൊണ്ട് പടച്ചുണ്ടാക്കി. ഈ പ്രകാരം ലോകത്ത് ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു സ്വന്തം കൈ കൊണ്ട് ഇങ്ങനെ പടച്ചുണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹു ആദം നബിയെയും ഹവ്വ ബീവിയെയും പടച്ചതിന് ശേഷം അവരിൽ ഒരു പരസ്പര വശീകരണ ശക്തി, ഒരു പരസ്പര ആകർഷണ ശക്തി നിക്ഷേപിച്ചു. ആണിന് പെണ്ണിനോട് ജന്മന പ്രകൃതിയ ഒരു താല്പര്യമുണ്ടായിരിക്കും. പെണ്ണിന് ആണിനോട് ജന്മന പ്രകൃതിയ ഒരു താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ആകർഷണത്വം, ആ ആകർഷണത്വം എന്നതിനെ അള്ളാഹു ലൈംഗികതയുടെ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിൻ്റെ ഊർജമാക്കി വച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് നിയന്ത്രിതമായി സൂക്ഷ്മമായി സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ പെണ്ണുങ്ങളും എല്ലാ ആണുങ്ങളെയും കാമിക്കുക, എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളെയും കാമിക്കുക എന്ന് വരുമ്പോൾ അവിടെ രണ്ട് പ്രശ്നങ്ങൾ വരും. ഒന്ന്, കാമിക്കുന്നവനിൽ കാമത്തോടുള്ള ആസക്തി കുറഞ്ഞു വരും. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവളെ കുറേ അനുഭവിച്ചു, പിന്നെ ഒരുത്തിയെ കല്യാണം കഴിച്ചു, അവളെ കുറേ ഉപയോഗിച്ചു, പിന്നെ വേറെ ഒരുത്തിയെ കുറേ ഉപയോഗിച്ചു, അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അവന് തന്നെ ഒരു മടുപ്പ് സംഭവിച്ചു പോകും. അല്ലെങ്കിലോ മടുപ്പുണ്ടാവില്ല, മടുപ്പില്ലായ്മ വരും. കാരണം എന്താ വെച്ചാൽ ചിലവൊന്നുമില്ല, ബാധ്യതയൊന്നുമില്ല. അവന് തോന്നുമ്പോൾ തോന്നിയ പെണ്ണിനെ സ്വീകരിക്കാം, ഉപയോഗിക്കാം എന്നതാണ് എങ്കിൽ. അപ്പോൾ അതേപോലെ തന്നെ മറുവശത്ത് സ്ത്രീയുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവസാനം പ്രായമാകുമ്പോൾ ഈ ആണിന് ഒരടിസ്ഥാന പെണ്ണ് ഉണ്ടാവാതെ വരും. ആ പ്രായത്തിൽ ആ ആണിന് അടിസ്ഥാന പെണ്ണ് ലൈംഗികമായ ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അയാളുടെ സമാധാനം, അയാളുടെ സന്തോഷം, അയാളുടെ ആനന്ദം അതൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് വയസ്സാകുമ്പോൾ അയാൾക്ക് വയസ്സെത്തിയാണെങ്കിലും ഒരു ഇണ വേണം. ആ ഇണക്ക് മാത്രമേ അയാൾക്ക് വേണ്ടി സംതൃപ്തി നൽകാൻ കഴിയൂ. അതേപോലെ തന്നെ മറുവശത്ത് വയസ്സാകുമ്പോൾ ഒരു പെണ്ണിനെ തീർച്ചയായും ഒരാണിൻ്റെ സംരക്ഷണം വേണം. എല്ലാവരും അവളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം ചെറുപ്പകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കും, സഹായിക്കും, എല്ലാ മധുരമുള്ള വാക്കുകളും പറയും, കേൾക്കും. അതൊക്കെ ശരിയാണ്. അതൊക്കെ എന്താണെന്നറിയാമോ? അതിൻ്റെ പ്രചോദനം ലൈംഗികതയാണ്. ഒരു ചെറുപ്പക്കാരന് ചെറുപ്പക്കാരിയെ കാണുമ്പോൾ, ഒരു ചെറുപ്പക്കാരിക്ക് ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലൈംഗികത ഉയരും. അത് അവൻ്റെ തൊലിപ്പുറം കണ്ടിട്ടാണ്, അവളുടെ മുഖം കണ്ടിട്ടാണ്. അതൊക്കെ കേവലം മാത്രമാണ്. അതേസമയം പ്രായമാകുമ്പോൾ ആ ശരീരത്തിൻ്റെ സൗകുമാര്യം ഉണ്ടാവില്ല, ആ മുഖത്തിൻ്റെ ഭംഗി ഉണ്ടാവില്ല, ശരീരത്തിൻ്റെ കാന്തി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടാകാത്തൊരു സാഹചര്യം വരും. ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഈ ബന്ധം വളരെ പവിത്രമായിരിക്കണം എന്ന് നിയമിച്ചിരിക്കുന്നു, ഷഡ്യം പിടിച്ചിരിക്കുന്നു. പവിത്രമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാണ് ഒരു പെണ്ണിനെ കാണുന്നു, അവളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. മറിച്ച് ഒരു പെണ്ണ് ഒരാണിനെ കാണുന്നു, അവനെ തൻ്റെ ജീവിത പങ്കാളിയായി
കാണുന്നു, കരുതുന്നു, അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവർക്ക് രണ്ടു പേർക്കും മക്കൾ ഉണ്ടാവുക. ഈ മക്കൾ ഉണ്ടാകുമ്പോൾ, ഈ മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവർ തങ്ങളുടെ മാതാപിതാക്കൾക്കാണ് ആദ്യമായി ഗുണം ചെയ്തു തുടങ്ങുക. ആ ഗുണം തങ്ങളുടെ മാതാപിതാക്കൾക്ക് തന്നെ കിട്ടണം. അത് മക്കളുടെ ഒരു താല്പര്യമാണ്. അതേസമയം തങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നത് മാതാപിതാക്കളുടെയും താല്പര്യമാണ്. അപ്പം ആ അർത്ഥത്തിൽ ബലിഷ്ഠമായ ഒരു കുടുംബ ബന്ധം ഉണ്ടാവണമെങ്കിലും, അത് നിലനിൽക്കണമെങ്കിലും, അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിലും ഒക്കെ ആണ് ഒരു പുരുഷനെയും പെണ്ണ് ഒരു പുരുഷനെയും പുരുഷൻ ഒരു സ്ത്രീയെയും മാത്രം കാണുകയും കാമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അന്യ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കണ്ടുമുട്ടുമ്പോഴും നോക്കുമ്പോഴും പാലിക്കേണ്ട കുറേ സദാചാര മര്യാദകൾ പഠിപ്പിക്കുന്നത്. അതായത് കണ്ണ് താഴ്ത്തിപ്പിടിക്കുക, കണ്ണ് ചിമ്മുക തുടങ്ങിയതൊക്കെ. കേവലം കണ്ണ് താഴ്ത്തുക എന്നല്ല സത്യത്തിൽ അതിൻ്റെ അർത്ഥം. ലൈംഗിക ചുവയോടുകൂടെ അല്ലെങ്കിൽ ലൈംഗികമായ ആർത്തിയോടുകൂടെ ഒരു അന്യ പെണ്ണ് ആണിനെയോ ഒരു ആണ് അന്യ പെണ്ണിനെയോ നോക്കാൻ പാടില്ല എന്നതാണ്. കാരണം ആ നോട്ടത്തിലൂടെയാണ് പിശാച് കടന്നുകൂടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, പിശാചിൻ്റെ അമ്പുകളിൽ ഒന്നാണ് നോട്ടം എന്ന് പറയുന്നത് എന്ന്. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ നിയന്ത്രണം വെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, സ്ത്രീകൾ ഒരിക്കലും അതിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് ശാരീരികമായ ശക്തി കുറവാണ്, അവൾക്ക് മാനസികമായ ശക്തിയും കുറവാണ്. എന്താ കാരണം നമ്മൾ പറഞ്ഞു? അവൾക്കാണ് സ്നേഹം എന്ന കരുത്ത് കൂടുതലുള്ളത്, അവൾക്കാണ് പ്രേമം, പ്രണയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കഴിവും കരുത്തും കരവിരുതൊക്കെ ഉള്ളത് അവൾക്കാണ്. അവൾ വിചാരിച്ചാൽ ഏത് കരുത്തനായ ആണിനെയും തൻ്റെ ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്നേഹം അവരുടെ ഇടയിൽ വളരണമെന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ പോലെ കരുത്ത്, ബലം തുടങ്ങിയ വിശേഷണങ്ങൾക്ക് അതിൻ്റെതായൊരു കുറവ് സ്വാഭാവികമായും ഉണ്ടാകും. അപ്പം ആയതുകൊണ്ട് അവിടെ ആണും പെണ്ണും ഒരേപോലെ അല്ലേ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആണിനെ പോലെ പെണ്ണ് വസ്ത്രം ധരിച്ചാൽ അല്ലെങ്കിൽ പെണ്ണിനെ പോലെ ആണ് വസ്ത്രം ധരിച്ചാൽ അത് തെറ്റായ പല വിചാരങ്ങൾക്കും വഴിവെക്കും. ഏറ്റവും പ്രധാനമായി ശരീരഭാഗം. ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിൽ മറച്ചു പിടിക്കേണ്ടതോ ഒളിപ്പിച്ചു വെക്കേണ്ടതോ ആയ രഹസ്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരാൾ കണ്ടാൽ അയാളിൽ അത് വലിയ ആകർഷണം ഉണ്ടാക്കും. ആ ആകർഷണം അത് സ്നേഹമായിട്ടല്ല തീരുക, അത് സാഹോദര്യമായിട്ടല്ല തീരുക, മറിച്ച് അത് കാമമായിട്ട്, ലൈംഗിക കാമമായിട്ടാണ് തീരുക. അതുകൊണ്ട് അത് അപകടപ്പെടുത്തും. ഒരിക്കൽ നിയമാനുസൃതമല്ലാത്ത വിധത്തിൽ ഒരു ലൈംഗിക പ്രവർത്തനത്തിന് ഒരു പെണ്ണ് വിധേയയായാൽ പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവളുടെ ജീവിതത്തിൽ അതിൻ്റേതായൊരു കുറവില്ലായിരുന്നു. ഇതൊക്കെ അനുഭവങ്ങളാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോട് കണ്ണ് താഴ്ത്തിപ്പിടിക്കാൻ പറയുന്നത്, അവരോട് വർത്തമാനം പറയുമ്പോൾ വളരെ മാന്യമായി മാത്രമേ വർത്തമാനം പറയാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നത്. അതേസമയം സ്ത്രീകളുടെ ശരീരത്തിലും അവയവങ്ങളിലുമാണ് ആകർഷണത്തിൻ്റെ 80% ഉള്ളത്. അതുകൊണ്ട് അവരുടെ അലങ്കാരങ്ങൾ, അവരുടെ ആകർഷിപ്പിക്കുന്ന ശാരീരികതകൾ അതൊക്കെ പുറത്ത് കാണിക്കരുത്. വേണമെങ്കിൽ മുഖവും മുൻകൈയും അത് അവളെ തിരിച്ചറിയാനും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയും, അല്ലാത്ത ബാക്കി ഭാഗങ്ങൾ ഒന്നും അവർ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേസമയം അവരുടെ മഹറമുകൾക്ക് മുമ്പ് ആ മഹറമുകളുടെ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു ആ കാര്യം പറഞ്ഞു തുടങ്ങുന്നതിനാണ്, ഖുൽ നബിയെ താങ്കൾ പറയുക, ലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട്, യഗുള്ളൂ മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തിപ്പിടിക്കട്ടെ, വയഹ്ഫളൂ അവർ സംരക്ഷിക്കട്ടെ, ഫുറൂജഹും തങ്ങളുടെ നഗ്നതകളെ, തങ്ങളുടെ ഗുഹ്യങ്ങളെ, ദാലികസ്കാലവും അതാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇന്നല്ലാഹു ഖബീറുൻ ബിമാ യസ്നഊൻ
അവർ ചെയ്യുന്നതൊക്കെ അള്ളാഹു അറിയുന്നതാണ്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളോട് അള്ളാഹു പറയുകയാണ്, അതായത് ചാരിത്രം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആണിനെന്തും ആവാം, ആണിനെങ്ങോട്ടും നോക്കാം, ആണിനാണ് മേൽക്കോയ്മയുള്ളത്. അതൊക്കെ വെറുതെ ആൺകോയ്മയുള്ള സമൂഹത്തിലെ ആരോ പറഞ്ഞുണ്ടാക്കുന്ന കള്ളത്തരങ്ങൾ മാത്രമാണ്. അള്ളാഹു ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് സ്ത്രീകളോടല്ല, മറിച്ച് ആദ്യം സംസാരിക്കുന്നത് പുരുഷന്മാരോടാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു പറയുന്നു, മോമിനീങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ നിയന്ത്രിക്കണം എന്ന് അള്ളാഹു ആദ്യം പറയുന്നു. എന്നതിന് ശേഷം സ്ത്രീകളോടും പറയുന്നു. സ്ത്രീകളോട് പറയുന്നത് എന്താ? വഖുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് നബിയെ താങ്കൾ പറഞ്ഞേക്കുക, യഗ്ളുദ്ന, അവർ ചിമ്മിക്കൊള്ളട്ടെ, മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ, വയഹ്ഫദ്ന, അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ, ഫുറൂജഹുന്ന, അവരുടെ നഗ്നതകളെ, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ ഭംഗി അവർ പ്രദർശിപ്പിക്കരുത്, പ്രകടിപ്പിക്കരുത്, ഇല്ലാ മാ ലഹറ മിൻഹ, അതിൽ നിന്ന് എപ്പോഴും പുറത്ത് കാണുന്നതിനെ അല്ലാതെ. ഇവിടെ എപ്പോഴും പുറത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അനിവാര്യമായൊരു ഭാഗമാണ് മുഖം. അത് രണ്ടാമത്തെ മുൻകൈ. ഇത് നിസ്കാരത്തിലുള്ള അവരുടെ ഔറത്തിൻ്റെ ഭാഗമാണ്. അതേസമയം അന്യ പുരുഷന്മാർ അപകടകരമായ സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ ഔറത്ത്, സ്ത്രീകളുടെ ശരീരം മുഴുവനുമാണ്. അത് സുന്നത്ത്, അതായത് ഹദീത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലാമ ലഹറ മിൻഹ, അവയിൽ നിന്ന് പ്രത്യക്ഷമായത് ഒഴികെ. മാത്രമല്ല അള്ളാഹു പറയുന്നു, വൽയദ്രിബിന ബിഖുമുരിഹിന്ന, അവരുടെ മുഖമക്കനകൾ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അലാ ജുയൂബിഹിന്ന, അവരുടെ ഭാഗങ്ങളുടെ മേലിൽ. വലാ യുബ്ദീന, അവർ വെളിവാക്കരുത്, സീനതഹുന്ന, അവരുടെ ഭംഗിയെ, ഇല്ലാ ലിബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർക്കൊഴികെ. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. സ്ത്രീയോട് അവളുടെ മനോഹരമായ ശരീരം, അവളുടെ മനോഹരമായ തഴുകലും തലോടലും, അവളുടെ ഹൃദയഹാരിയായ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയും നിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ പാതിയായി സ്വീകരിച്ച നിന്റെ ഭർത്താവിന് മാത്രം നൽകുക. അതിലുള്ള വാശി കൊണ്ടാണ് അള്ളാഹു പറയുന്നത് അത് മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയാൻ, വലാ യുബ്ദീന, അവർ വെളിവാക്കരുത്, സീനതഹുന്ന, അവരുടെ അലങ്കാരങ്ങളെ, ഇല്ലാ ലിബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ, ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർക്കൊഴികെ. പെണ്ണിൻ്റെ വാപ്പാക്ക് കാണാമെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കാണാം എന്നല്ല, മറിച്ച് കാണാവുന്ന സ്ഥലങ്ങൾ, സീനത്ത് എന്ന് പറയാവുന്നത്. പെണ്ണിൻ്റെ അലങ്കാരം എന്ന് പറയുന്ന അവരുടെ മുഖം പ്രധാനമായും, അവരുടെ ശരീരത്തിൻ്റെ ബാഹ്യമായ ഭാഗങ്ങൾ, അതൊക്കെ തന്നെയും, അതായത് കയ്യ്, കാലിൻ്റെ കുറച്ച് ഭാഗം തുടങ്ങിയതൊക്കെ. അത് മൂന്നുമാണ് സീനത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് കാണാം, കുഴപ്പമില്ല. ഭർത്താക്കന്മാർക്ക് പിന്നെ ഒരു നിയന്ത്രണവും ഇല്ല, എന്തും കാണാം, എന്തും അനുഭവിക്കാം. ഔ ആബാഇന്ന, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർക്കും കാണാം. ഔ ആബാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അമ്മോശന്മാർക്ക്, അല്ലെങ്കിൽ ഔ അബ്നാഇഹിന്ന, അവരുടെ മക്കൾക്ക്, അല്ലെങ്കിൽ ഔ അബ്നാഇ ബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾക്ക്. ഭർത്താക്കന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് ഈ സ്ത്രീ അല്ലാത്ത മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള മക്കളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഔ യഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ. പെണ്ണുങ്ങളുടെ അലങ്കാരം എന്നർത്ഥപ്പെട്ട ഹിജാബ്
വേണ്ട സ്ഥലങ്ങൾ, മുഖം, മുൻകൈ, കാലിൻ്റെ ഭാഗങ്ങൾ, ബാഹ്യമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ അവസാന ഭാഗങ്ങൾ, അത് അവരുടെ സഹോദരങ്ങൾ കാണാം. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കൾക്ക് കാണാം. അല്ലെങ്കിൽ ഔ ബനി അഖ്വാത്തിഹിന്ന, അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കൾക്ക് കാണാം. അല്ലെങ്കിൽ ഔ നിസാഇഹിന്ന, അവരുടെ ഭാര്യമാർക്ക് കാണാം. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ അവരുടെ അടിമകൾക്ക് കാണാം. അവരുടെ അടിമകൾക്ക് കാണാം. അവരുടെ അടിമകൾക്ക് കാണാം. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി, അല്ലെങ്കിൽ വികാരമില്ലാത്ത പുരുഷന്മാരായ വേലക്കാർ. അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്ത്രീകളെ കാണുമ്പോഴേക്ക് വികാരവിവശരാകുന്നവരല്ല, അല്ലാത്തവർ. അതായത് വികാരമില്ലാത്ത പുരുഷന്മാരായ ഭൃത്യന്മാർ. പിന്നെയോ, പിന്നെ അവിത്തുഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ലൈംഗികമായ രഹസ്യങ്ങൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ, അതൊന്നും തിരിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ, അതിനുള്ള പ്രായമാവാത്ത കുട്ടികൾ എന്നിവരല്ലാതെ മറ്റാർക്കും അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കാൻ പാടില്ല, കാണാനുള്ള ഇട ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. വലാ യദ്രിബിന്ന ബി അർജുലിഹിന്ന, അവർ കാലടിച്ച് നടക്കരുത്. കാൽ നിലത്ത് അടിച്ചുകൊണ്ട് നടക്കരുത്. ഇതിനുവേണ്ടി അടിക്കുന്ന ലിയുഅലമമാ യുഖീന മിൻ സീനത്തിഹിന്ന, അവരുടെ അലങ്കാരങ്ങളിൽ അവർ മറച്ചു വെച്ച കാര്യങ്ങൾ പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് പാദസരം തുടങ്ങിയത്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരൊരു അച്ചടക്കത്തോടെ ജീവിക്കണം. അവൾ വളരെ വിലപ്പെട്ടതാണ്. അവളോട് ഇങ്ങനത്തെ ഹിജാബ് അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്തെ ചില പെണ്ണുങ്ങളും അവർക്ക് വേണ്ടി വാദിക്കുന്ന ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്ക് വിചാരിച്ചിരിക്കുന്നത് അവളെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്, അവളെ ദ്രോഹിക്കുകയാണ്. സത്യത്തിൽ അവളെ ദ്രോഹിക്കുകയല്ല, സത്യത്തിൽ അവളെ അടച്ചുപൂട്ടി വെക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവൾ കൂടുതൽ വിലപ്പെട്ടതാണ്, അവൾ കൂടുതൽ വിലപ്പെട്ടതാണ്. അങ്ങനെ എല്ലാവർക്കും കയറി മേയാൻ അവളെ വിടാൻ പാടില്ല. അവൾ രത്നമാണ്, അതങ്ങനെ തുറന്നിടാൻ പാടില്ല, അതങ്ങനെ തുറന്നിടാൻ പാടില്ല. തുറന്നിട്ടാൽ അവൾക്ക് വിലയുണ്ടാവില്ല. തുറന്നിട്ടാൽ അതിനാൽ പല അപകടങ്ങളും വരും. ആ അപകടങ്ങളിൽ ഏത് വന്നാലും അത് അവളുടെ മാന്യതയെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല അവളുടെ നിലയും വിലയും കളഞ്ഞു പോകും. അവളിങ്ങനെ അങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് പറയും. അപ്പോൾ പിന്നെ അവൾക്കൊരു സ്ഥാനമാനം ഉണ്ടാവില്ല. അതേസമയം അവളെല്ലാം മറച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നതെങ്കിൽ അവളോട് എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. എങ്ങനത്തെ സ്നേഹം? ഒരുതരം ബഹുമാനമുള്ള സ്നേഹം. അല്ലാതെ എല്ലാം തുറന്നിട്ട് നടക്കുന്ന പെണ്ണുങ്ങളോടും സ്നേഹം ഉണ്ടാവാം, പക്ഷേ ആ സ്നേഹം കാമം മാത്രം കലർന്ന സ്നേഹമായിരിക്കും. അതുകൊണ്ട് അല്ലാഹു വളരെ കർശനമായ ഭാഷയിൽ ഇതെല്ലാം പറയുകയാണ്. ആ ആയത്ത് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയും ജമീഅൻ എല്ലാവരും, അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവർ ആയിത്തീരുവാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.